എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് തെന്നാലി രാമൻ്റെ കഥകളാണ് കേൾക്കാൻ പോണത്. ഇപ്പോൾ രാജാവിൻ്റെ സ്വപ്നം എന്ന കഥയാണ് ആദ്യം നമ്മൾ കേൾക്കാൻ പോണത്. വിജയസാഗര എന്നൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. ആ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്നു കൃഷ്ണദേവരായർ. ഒരു ദിവസം രാത്രിയിൽ രാജാവ് വിചിത്രമായൊരു സ്വപ്നം കാണുകയുണ്ടായി. അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന സ്ഫടികം കൊണ്ടുള്ള ഒരു വലിയ കൊട്ടാരത്തിൽ പതിപ്പിച്ചിരിക്കുന്ന തിളക്കമുള്ള കല്ലുകളും അതിലെ പ്രകാശവും സൗകര്യങ്ങളും എല്ലാം രാജാവിനെ വല്ലാണ്ട് ആകർഷിച്ചുത്രേ. ഉറങ്ങിയെഴുന്നേറ്റതും താൻ സ്വപ്നത്തിൽ കണ്ട ആ കൊട്ടാരത്തിനെ മറക്കാൻ ആ രാജാവിന് കഴിയാതെ പോയി. അടുത്ത ദിവസം സഭയിലെത്തിയ രാജാവ് ഉദാസീനനായി ഇരിക്കുകയാണ്. ഇത് കണ്ട് സഭാവാസികൾ രാജാവിനോട് കാര്യം എന്താണെന്ന് ചോദിക്കാൻ തുടങ്ങി. രാജാവ് താൻ സ്വപ്നത്തിൽ കണ്ട കൊട്ടാരത്തെക്കുറിച്ച് സഭയിലുള്ളവരോട് പറഞ്ഞു. അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആ അത്ഭുത കൊട്ടാരത്തെക്കുറിച്ച് കേട്ടതും അവർ ആശ്ചര്യപ്പെട്ടു അത്രേ. അപ്പോഴാണ് രാജാവ് സഭയിലുള്ളവരോടായി ഇപ്രകാരം പറഞ്ഞത്: ഞാൻ സ്വപ്നം കണ്ടതുപോലെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കൊട്ടാരം പണിയാൻ ഒരു ശില്പിയെ നിങ്ങൾ എത്രയും വേഗം കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തുന്നവർക്ക് 1000 സ്വർണ്ണ നാണയം സമ്മാനമായിട്ട് നൽകും. രാജാവിൻ്റെ ആജ്ഞ കേട്ട സഭാവാസികളാകെ ഞെട്ടിത്തെറിച്ചു. അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കൊട്ടാരം പണിയുന്ന ഒരു ശില്പിയോ? അങ്ങനെ ഒരാളെ നമ്മൾ എവിടെ പോയി കണ്ടെത്താനാണ്? അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി. എന്നാൽ രാജാവിനോട് അങ്ങനെ പറയാൻ ആർക്കും തന്നെ ധൈര്യം ഉണ്ടായിരുന്നില്ല. അവരെന്ത് ചെയ്യണമെന്നറിയാണ്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത്: നമുക്ക് തെന്നാലി രാമനെ പോയി കണ്ടാലോ? തീർച്ചയായും ഇതിൽ നമ്മളെ സഹായിക്കാൻ തെന്നാലി രാമന് സാധിക്കും. അങ്ങനെ സഭാവാസികൾ എല്ലാവരും കൂടി തെന്നാലി രാമനെ കണ്ട് നടന്ന കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയാണ്: അല്ലയോ തെന്നാലി രാമ, നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ദയവായി ഞങ്ങളെ സഹായിക്കൂ. ഇത് കേട്ട് രാമൻ അവരോട് പറഞ്ഞു: നിങ്ങൾ എനിക്ക് ഒരാഴ്ച സമയം തരണം. തീർച്ചയായും ഈ പ്രശ്നത്തിന് ഞാൻ പരിഹാരം കണ്ടെത്തുന്നതാണ്. രാമൻ്റെ ഉറപ്പ് കിട്ടിയതും സഭാവാസികളെല്ലാം സന്തോഷത്തോടെ മടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. രാജാവ് ശില്പിയോട് കാര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം കൊട്ടാരത്തിൽ ഒരു വൃദ്ധൻ രാജാവിനെ കാണാനായിട്ട് വന്നത്. കയ്യിൽ ഊന്നുവടിയുണ്ട്, തലയിൽ തലപ്പാവുണ്ട്. വന്ന ആ വൃദ്ധൻ്റെ താടി മുഴുവനും നരച്ചതായിരുന്നു. രാജാവിനെ കണ്ടതും വൃദ്ധൻ പറഞ്ഞു: രാജാവേ, ഞാനൊരു പരാതി ബോധിപ്പിക്കുവാനായി എത്തിയതാണ്. പക്ഷേ അത് പറയുന്നതിന് മുൻപ് അങ്ങ് എനിക്കൊരു ഉറപ്പ് നൽകണം. ഇത് കേട്ട രാജാവ് വൃദ്ധനോട് ചോദിക്കുകയാണ്: ഞാൻ അങ്ങേക്ക് എന്തുറപ്പാണ് നൽകേണ്ടത്? പറയൂ. അപ്പോൾ വൃദ്ധൻ പറയാണ്: രാജാവേ, എൻ്റെ സമ്പാദ്യമെല്ലാം ഒരാൾ കൊള്ളടിച്ചു. അതാരാണെന്ന് ഞാൻ പറയാം. പക്ഷേ അതാരായാലും മുഖം നോക്കാതെ ശിക്ഷ നൽകാം എന്നെനിക്ക് ഉറപ്പ് നൽകണം. അപ്പോൾ രാജാവ് പറയാണ്: നമ്മുടെ രാജ്യത്ത് ആർക്കാണ് ഇങ്ങനെ ചെയ്യാൻ ധൈര്യം വന്നത്? തീർച്ചയായും ആരായാലും മുഖം നോക്കാതെ തന്നെ ശിക്ഷ നൽകിയിരിക്കും. രാജാവിൽ നിന്ന് ഉറപ്പ് കിട്ടിയപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു: എൻ്റെ സമ്പാദ്യം കൊള്ളയടിച്ചത് അങ്ങാണ് പ്രഭു. ഇത് കേട്ട രാജാവിന് തൻ്റെ കോപം അടക്കാനായിട്ട് കഴിഞ്ഞില്ല. നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഞാൻ നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ചെന്നോ? ഈ രാജ്യം തന്നെ എൻ്റെയാണ്. ആ രാജ്യം എന്തിന് നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കണം? അപ്പോൾ വൃദ്ധൻ പറഞ്ഞു: ക്ഷമിക്കണം പ്രഭു, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടതാണ് അങ്ങ് കുറച്ച് സൈനികരുമായി വന്ന് എൻ്റെ വീട് കൊള്ളയടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ അടുത്ത് നീതിക്കായി വന്നത്. ഇത് കേട്ട രാജാവിന് ചിരിയടക്കാനായില്ല. അദ്ദേഹം വൃദ്ധനോട് ചോദിച്ചു: അങ്ങ് സ്വപ്നം കണ്ടതല്ലേ? സ്വപ്നവും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് എനിക്ക് ശിക്ഷ നൽകണത്? അപ്പോൾ വൃദ്ധൻ പറഞ്ഞു: അതെങ്ങനെയാണ് പ്രഭു? അങ്ങേക്ക് സ്വപ്നത്തിൽ കണ്ട അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കൊട്ടാരം പണിയാമെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ കണ്ട കള്ളന് ശിക്ഷയും നൽകാം. ഇത് കേട്ടതും രാജാവും സഭയിലുള്ളവരൊക്കെ അമ്പരന്നു. അപ്പോൾ വൃദ്ധൻ തൻ്റെ തലപ്പാവും നരച്ച താടിയും എല്ലാം മാറ്റി. ആളെ തിരിച്ചറിഞ്ഞ രാജാവും സഭാവാസികളും അമ്പരന്നു. അവർ വിളിച്ചു: തെന്നാലി രാമൻ, തെന്നാലി രാമൻ, തെന്നാലി രാമൻ. അപ്പോൾ തെന്നാലി രാമൻ രാജാവിനോട് പറഞ്ഞു: അല്ലയോ പ്രഭു, സഭാവാസികളുടെ സമസ്യയ്ക്ക് പരിഹാരം കാണാനാണ് ഞാൻ ഇങ്ങനെ വേഷം കെട്ടിയത്. ഒരു വൃദ്ധനായി വന്ന് അങ്ങയെ കബളിപ്പിച്ചതിന് ദയവായി എന്നോട് ക്ഷമിക്കൂ.
ഇത് കേട്ടതും രാജാവ് പറഞ്ഞു, അങ്ങ് എന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല രാമ. തെറ്റ് എൻ്റേതാണ്. ഞാൻ സ്വപ്നത്തിൽ കണ്ട പോലെ ഒരു കൊട്ടാരം നിർമ്മിക്കാൻ ആഗ്രഹിച്ചു പോയി. അതൊരിക്കലും സാധ്യമാകാത്തതാണെന്ന് ഞാൻ ഓർത്തില്ല. എന്നെ ആ സത്യം ബോധ്യപ്പെടുത്തിയിരിക്കണു. നിങ്ങൾക്ക് നന്ദിയുണ്ട്. അങ്ങനെ രാജാവ് തൻ്റെ സ്വപ്നത്തിൽ കണ്ട കൊട്ടാരം നിർമ്മിക്കാനുള്ള ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചു അത്രേ. അതോടെ സഭാവാസികൾക്കെല്ലാം സന്തോഷമായി എന്നാണ് പറയണത്. അവർ തെന്നാലി രാമനോട് തങ്ങളുടെ നന്ദി അറിയിച്ചു. എങ്ങനെയുണ്ട് രാജാവിൻ്റെ ഈ സ്വപ്നകഥ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി മറ്റൊരു തെന്നാലി രാമൻ്റെ കഥയുമായിട്ട് വീണ്ടും കാണാം.